Hey, I heard you got a new best friend. Yeah, it hurts a bit, I won't pretend that it doesn't matter that you're with someone else. In a way, that's how it's supposed to be. If I'm unable to make you happy, then it's for the better that you are not with me. That's why I wrote you a letter, 'cause you see I write so much better than I speak. And I need to tell you, you were my best friend till the end. I hope I'll be happy. But right now I don't know what to do. It's hard to get over. You chose someone else, a new best friend. Doesn't feel like it was long ago. We were head over heels in love, thought it lasts forever, but somehow we got lost. Looking back, I didn't. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെരി ഗുഡ് മോർണിംഗ്. സോ നല്ല ചെറിയ തണുപ്പൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റു, ബിക്കോസ് ഇന്ന് നമ്മൾ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതും കുറേ കാലത്തിന് ശേഷം. യെസ്, അപ്പം ഐ എം ബാക്ക് വിത്ത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മൾ ഇവിടെ ചില്ല് ചെയ്യാൻ പോവാണ് ഒരുമിച്ച്. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഞാനിതേ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് കുറച്ച് ഒരു വാം വാട്ടറാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം. എണീറ്റ ഉടനെ കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്തതൊരു ചായ കുടിക്കും. ഇനിയിപ്പം എനിക്കും ഗോമനുള്ള ചായ ഉണ്ടാക്കുന്നുണ്ട്. ഗോപുവും മോനും എണീറ്റിട്ടില്ല, ഉറക്കാണ്. ഇത് കുറച്ച് മസാല ടീ പൊടിയാണ്. ഇത് നമ്മൾ നോർമൽ ടീ പൗഡറാണ്. അപ്പം ഞാൻ അതും ഈ മസാല ടീ പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിടും. അപ്പം അടിപൊളി ടേസ്റ്റാണ്. കാരണം ഫുൾ മസാല ടീ ഇട്ടാൽ നമുക്ക് ഭയങ്കര കുത്തലായിരിക്കും. എനിക്ക് രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു മസാല ചായയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് മോർണിംഗിൽ കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയുക, ഇത്തിരി എനർജി തരും, കുറച്ചധികം അല്ലേ. എണീക്കുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കിക്കുക, അടുക്കളയിൽ നിന്ന് നല്ല ചായ തിളയ്ക്കണം, മണം വരണം. നമ്മുടെ ചായ എപ്പോഴും ദ ബെസ്റ്റ് ആവാനുള്ള ഒരു അടിപൊളി ടിപ്പാണ്, ചായ നന്നായിട്ട് അടിക്കണം. കണ്ടോ, നേരെ ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കരുത്, നന്നായിട്ട് അടിക്കുക. ഓക്കെ, വിത്തൗട്ട് നല്ലൊരു ചായ അല്ലെങ്കിൽ നല്ലൊരു കോഫി എൻ്റെ മോർണിംഗ് ഒരിക്കലും നല്ലൊരു മോർണിംഗ് ആവാറില്ല. സോ യെസ്, ഇതാണ് എൻ്റെ മോർണിംഗിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട്. എൻ്റെ ഈ ഒരു മീ ടൈം, ഒറ്റയ്ക്കുള്ള ചായ ഉണ്ടാക്കൽ, ഒറ്റയ്ക്ക് ചായ കുടിക്കൽ, അതൊക്കെ കഴിയുമ്പോഴേക്കും ആരും കൂടെ സാധാരണ എണീക്കാറുള്ളൂ. Young and we didn't want to be exposed. ഹായ്. സോ രാവിലെ തന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ല സുന്ദരിയായി. ഇനി കുറച്ച് സ്ട്രോബ് ക്രീംസ് കൂടി അപ്ലൈ ചെയ്താലോ? ഐ ലവ് സ്ട്രോബ് ക്രീംസ്. എനിക്ക് മുഖത്തുള്ള ആ ഒരു നാച്ചുറൽ ഗ്ലോയി ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് മാക് സ്ട്രോബ് ക്രീം, പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. സോ ഐ റീസെൻ്റ്ലി ഫൗണ്ട് ഔട്ട് എ മാജിക്കൽ പ്രൊഡക്റ്റ്. അതും മാക്കിൻ്റെ 1/4 പ്രൈസേ ഉള്ളൂ. ആൻഡ് മാക്കിനെ പോലെ തന്നെ നല്ല ഗ്ലോയി ഫീൽ തരും ഫേസിൽ. അതാണ് NYB സ്ട്രോബ് ക്രീം. ഇത് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഫൗണ്ടേഷന്റെ കൂടെയും ആൻഡ് ഓവർ ദ മേക്കപ്പ് ഹൈലൈറ്റർ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഐ എം ലവിങ് ദ ഗ്ലോയി എഫക്റ്റ്. മാക്കിന്റെ സെയിം ആട്ടോ ഇത്. മോർണിംഗിലെ ഫസ്റ്റ് ടാസ്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി നമ്മുടെ. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ട് ഇഡ്ഡലി സാമ്പാറും ആണ്. മലയാളികൾ തീരെ ഉണ്ടാക്കാത്ത സാധനമാണ്.
അപ്പോൾ ആസ് യൂഷ്വൽ ഇഡലി സാമ്പാർ, പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കാം. ഇഡലി സാമ്പാറിനും കൂടെ നമുക്ക് നല്ലൊരു തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ തക്കാളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം. ആരും കൂടെ മിക്സി ഓണാക്കാണേ, ഓടിക്കോ. എവിടാ? എന്ത് ബേബി? നല്ല പാലാണോ? യമ്മിയാണോ? അമ്മയ്ക്ക് തരോ? ഓ, അമ്മയ്ക്ക് കോഫി, അമ്മയ്ക്ക് പാലില്ല. എന്താ അമ്മ ബിഗാണോ? ആരും കൂട്ടണോ? സ്മോളാണോ? ആ, എന്നാ കുച്ചോ. ഗുഡ് മോർണിംഗ് മുത്തേ. ഇന്നലെ മൊത്തം എന്നെ ഒരു പോൾ അവൻ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. 1 മണി, 3 മണി, പിന്നെന്താ 6 മണി, ഈ സമയത്തൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നെ. നീ എന്തിനാ എന്നെ രാത്രി ഉറങ്ങാണ്ട് വിളിച്ചോണ്ടിരിക്കണേ? അമ്മയുടെ മുറ്റ് പല്ല് തേച്ചിട്ട് വരുമല്ലോ. ബാത്റൂമിലേക്ക് ഇടാം നമുക്ക്. 1 2 പേടിച്ച് മുഖം കണ്ടോ? അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം അരുൺ ഗോപൻ ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. തായ്ലൻഡിൽ പോയി വന്നിരിക്കുകയാണ്. ഒരാഴ്ചക്ക് മുന്നേ പനിച്ചിട്ട് ഐസൊലേഷനിലായിരുന്നു. ഭയങ്കര സുഖല്ലേ അവിടെ അങ്ങ് റെസ്റ്റ് ഒരാഴ്ച. അത് കഴിഞ്ഞ് അവിടെ ഞാൻ കണ്ടിട്ട് അല്ലേ ഇതിനകത്ത് എത്ര ദിവസമായി ഇപ്പൊ വരാത്ത? 10 ദിവസമായോ? നമുക്ക് ബാങ്കോക്ക് എന്നുള്ള പെട്ടി കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ പൊട്ടിക്കാം. ഓക്കെ, കുക്കീസ്. ഓക്കെ, ഇനി ഇതെന്താ? ടെൻഡർ കോക്കനട്ടോ? ഓക്കെ, മാംഗോ. ഇതിലുകൊണ്ടാണോ സ്റ്റിക്കി മാംഗോ ഉണ്ടാക്കുക? മാംഗോ സ്റ്റിക്കി റൈസ്. ഒരാൾ തായ്ലൻഡ് വരെ പോയിട്ട് ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട് വന്നിരിക്കുന്നു ഗൈസ്. ഇന്നലെ രണ്ട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു. ഗോപു പ്രോഗ്രാമിന് പോയതാട്ടോ, വിസിറ്റിന് പോയതൊന്നുമല്ല. അങ്ങനെ പോവാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. ഒരു മസാജ് പോലും ചെയ്യാതെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇതെന്താ? എന്റെ തായ്ലൻഡിൽ നിന്നും വിലപിടിപ്പുള്ള ഉടുപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കേ, ഗെറ്റിംഗ് റെഡി എടുക്കാൻ എനിക്ക് ഡ്രസ്സായി. കൊള്ളാട്ടാ. ഓ, ദിസ് ഇസ് നൈസ്. ഇത് സൈസ് കൊള്ളാം അല്ലേ? ഗെറ്റ് റെഡി വിത്ത് മീ ടു എന്താണ് എക്സ്പ്ലോർ ഗോവ. ഓക്കെ, ഇത് പക്ഷെ നല്ല അടിപൊളി സാധനം. ഒരു സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ സാധനം. എനിക്ക് ഗോപു ഫോട്ടോ അയച്ചു തന്നിരുന്നു. അപ്പം തന്നെ ഞാൻ ഒന്നും നോക്കണ്ട എടുത്തോളാൻ പറഞ്ഞു, ഇങ്ങ് എടുത്തേക്കാൻ പറഞ്ഞു.
ഓ ഇത് ആര്യം കുറ്റൂനാണ്, ആര്യം കുറ്റൂന്. ഓക്കെ, അപ്പോൾ കുട്ടി ചായ കുടിക്കേ, ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് തരാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ, കുറേ നേരമായി വിശക്കുന്നു. ഓക്കെ, ചോറിനാ മുത്തേ? ഇവിടെയാണോ? അപ്പയ്ക്ക് ചൊറിയാൻ അറിയില്ലേ? അറിയാലോ. അമ്മയ്ക്ക് അറിയില്ല. അല്ല, അപ്പയ്ക്ക് അറിയില്ല. അമ്മയ്ക്കാണ് നന്നായിട്ട് ചൊറിയാൻ അറിയാം. അയ്യടാ, അമ്മ നന്നായിട്ട് ചൊറിയും. കണ്ടോ, അമ്മയ്ക്ക് ആവശ്യത്തിന് ചൊറിയാനേ അറിയുള്ളൂ. മതിയോ? നല്ല സാമ്പാറ്, തക്കാളി ഇവിടെ, തക്കാളി. എന്റെ തക്കാളി നിന്റെ കവിളത്ത്. ഇനി സൈഡില് ഇത്തിരി തക്കാളി ചമ്മന്തി. എന്നെ കൊതിപ്പിക്കാണല്ലോ. ഇഡ്ഡലി സാമ്പാർ ഒരു വികാരമല്ലാത്ത മലയാളികളുണ്ടോ? ഞാൻ ഡയറ്റിലാണ്. ഞാൻ ഡെയിലി 2 ടൈംസേ ഫുഡ് കഴിക്കുള്ളൂ. ഒന്ന് ബിഫോർ 12 ഉച്ചയ്ക്ക്, അതായത് 11:30 12 o'clock ആ സമയത്ത്. ഇപ്പം എൻ്റെ ബിഫോർ 7 നൈറ്റ് ഡിന്നർ ഫിനിഷ് ചെയ്യും. ചെരുപ്പിടാണ്ട് അങ്ങനെ വരരുതേ, മുള്ളു തറക്കും. അത് കൊച്ചേരുള്ള മണ്ണക്കളിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരും. രാവിലെ ഇവിടെ കുറേ മണ്ണൊക്കെ വാരി കളിച്ച് നേരെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കുളിപ്പിക്കും. പിന്നെ ലഞ്ച് ടൈം ആവുമ്പോഴേക്കും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര, ഈ ബേബീസ് ഭയങ്കര സ്ക്രീൻ ടൈം ഡിമാൻഡിങ് ആണ്. ഇപ്പോൾ അത് കളിക്കാൻ വേറെ വഴിയില്ല. ഇത് എന്താ ചെയ്യണ ആര്യൻകുട്ടൻ? എന്തോ ചെയ്യാണോ? അമ്മയ്ക്ക് പറഞ്ഞു തരൂ. ആണല്ല, എനിക്ക് കോവിഡ് പിടിച്ചോ? വരുന്നുണ്ട് ചുണ്ടുപാട്ടു. ഇതാരും കൂടെ കേറിക്കോ, മരത്തിൽ കേറിക്കോ. എങ്ങനെയോ പറിക്കുക എന്റെ മുത്ത്, എങ്ങനെയോ പറിക്കുക. അമ്മ പൊക്കി എത്തില്ല. ഹായ്, മനുണ്ടോ? മടി എന്നാ മടി പൊക്കോ. അമ്മ സൂക്ഷിക്കാം. പാപ്പ സൂക്ഷിക്കണേ. ഇനി നമ്മുടെ ചെറിയൊരു സ്നാക്ക് ടൈമാണ്, ലഞ്ചിന് മുന്നത്തെ ചെറിയൊരു സ്നാക്ക് ടൈം. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു ഫ്രൂട്ട് ബൗൾ ഉണ്ടാക്കും. ഇനിയിപ്പം ഫ്രൂട്ട് ബൗളിലുള്ള ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഞാലിപ്പൂവൻ പഴം. അറ്റ്ലീസ്റ്റ് അതെങ്കിലും സാധാരണ പറയാറുണ്ട് നമ്മൾ ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണമെന്ന്. അപ്പോൾ ഞാനതെപ്പോഴും ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് മാക്സിമം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഫ്രൂട്ട് ബൗളിലെ ഫ്രൂട്ട് എന്താണ്? പപ്പായ ആണ്. ഇപ്പം സീസൺ ആണതുകൊണ്ട് നല്ല പഴുത്ത പപ്പായ കിട്ടും. അപ്പം നമ്മൾ ഇന്ന് പപ്പായ ബൗൾ ഉണ്ടാക്കാം. ഈയിടെയായിട്ട് ഞാൻ എല്ലാ ദിവസവും സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കരിക്ക്.
ഇത് കുറച്ച് വൈറ്റ് സെസമി സീഡ്സ് ആണ്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര റിഫ്രഷിങ്, സൂപ്പർ. നല്ല മധുരമുള്ള പപ്പായ ഗോപു. Cheers to the കരിക്കും വെള്ളം. Cheers to കരിക്ക്. ഓക്കെ, ആരും കുട്ടൻ കുളിച്ചോ? എന്തോ സങ്കടം? എന്റെ അമ്പോ, എന്റെ ഒരു ഗുഡ് മനാനെ, എന്റെ മുത്തിനെ. എന്താണ് സങ്കടം? എന്റെ സങ്കടം പറ. അമ്മക്ക് തടോ. താങ്ക് യു. അയ്യോ, അപ്പ ചീഞ്ഞു പോയേ. അപ്പൊ നമ്മുടെ ലഞ്ച് ടൈം പ്രിപ്പറേഷൻ ബിഗിൻസ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ലഞ്ചാണ്. നമുക്ക് ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് അവിയൽ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പം നമ്മളത് പുറത്തെടുത്ത് ചൂടാക്കും. കൂടെ കുറച്ച് ബീൻസ് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. സിമ്പിൾ ലഞ്ച് ആൻഡ് ചോറും പപ്പടവും. പിന്നെ രാവിലത്തെ ഇഡ്ഡലിയുടെ സാമ്പാറും കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെറൈറ്റി ആക്കുക എന്നുള്ളതല്ല എൻ്റെ ഒരു ഡേയിലെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ മാക്സിമം കഴിച്ച് യൂസ് ചെയ്യാം. ആര്യൻകുട്ടിനെ നമ്മൾ ഒരു പപ്പടം കൊടുക്കും ഉച്ചയ്ക്ക്, രാത്രി ഒരു പപ്പടം കൊടുക്കും. ഭയങ്കര പപ്പട ഭ്രാന്തനാണ്. താങ്ക് യു. അവിയലാണ് നമ്മൾ ഇന്ന് ലഞ്ചിന്. നമ്മളുടെ ഡെയിലി എനിക്ക് അവിയൽ. അതെ, ഞാൻ ഫ്രിഡ്ജിൽ ബാക്കിയുണ്ടെന്ന് പറയുന്ന കാരണം മനസ്സിലായോ? എവറി ഡേ ഇവിടെ അവിയൽ ഉണ്ടാക്കും. ഇനി നല്ല മാങ്ങാ പെരക്ക്. ഞാൻ ഉപ്പേരി ഞാൻ കൊട്ടിയെടുക്കും. എനിക്ക് കൊട്ടിയെടുക്കുന്ന ഇഷ്ടമല്ല. ഇത്രയും അവിയൽ ഞാൻ കഴിക്കാറുണ്ട്. ഇന്നിപ്പം അമ്മയ്ക്ക് ഇവക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല മാങ്ങാപ്പരക്ക്. ഈ മാങ്ങാപ്പരക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ സാമ്പാർ വേണ്ട, കുറച്ച് ഉപ്പേരി, പപ്പടം. പപ്പടം വേണോ പറ, ഒരു കുഞ്ഞു പപ്പടം തരാം. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ലഞ്ച്. ഓ, അമ്മമ്മക്ക് കോക്കോമെലൻ കിട്ടുന്നില്ല. ഒരു മിനിറ്റ്, എൻ്റെ മോന് കോക്കോമെലൻ വെച്ച് കൊടുത്തിട്ട് വരട്ടെ, പാവം. അപ്പം യെസ്, കഴിച്ചിടാം. കറക്റ്റ് സമയമാണ് 1:40. നല്ല ബെൻസുപ്പേരി അല്ലേ? എന്താ ഉണ്ടാക്കണ്ടേ അമ്മ? ട്രെയിൻ ഉണ്ടാക്കാം. ട്രെയിനിന്റെ സാധനം എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ടുവരും ഗൈസ്. എന്നിട്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ തരില്ല. അതല്ല അല്ലേ, ഇതാ. ഇതാണ് കണ്ടോ? നിന്റെ ട്രെയിൻ അങ്ങോട്ടാണോ അവിടെയാണോ ഫ്രണ്ട്? കണ്ടോ? അപ്പം നമ്മളുടെ സ്നാക്ക് ടൈമാണ്. നമ്മൾ വൈകുന്നേരം സ്നാക്കിന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കുക്കിങ്ങും ഒന്നുമില്ല. ഇതെല്ലാം നേരം ഞാൻ പറയുന്നുണ്ടെന്നായിരിക്കും. നമ്മൾ ഇന്ന് മധുരക്കിഴങ്ങ് ഉണ്ടാക്കാൻ പോവാണ്. മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ പോവാണ്, അത്രയേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമുള്ള ഒരു വൈകുന്നേരം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഹെൽത്തിയാണ്. ഓക്കെ, കുഞ്ഞിന് നാരങ്ങ വെള്ളം വേണോ? ഓക്കെ. അയ്യോ, കത്തിയല്ലേ മുത്തേ? അമ്മ കഴിപ്പിച്ചണ്ട, കത്തിയൊന്നും തോട്ടണ്ട ഇപ്പോഴേ, ബിഗ് ആവട്ടെ കേട്ടോ. നമുക്ക് ഇന്ന് ചായ വേണ്ട അല്ലേ? അമ്മയും കുഞ്ഞും നാരങ്ങ വെള്ളം കുടിച്ചു. അപ്പയ്ക്ക് വേണോ? ഓക്കെ, അപ്പൊ നമ്മൾക്ക് നാരങ്ങ മുറിക്കുമ്പോ വായിന്ന് വെള്ളം വരാ. അപ്പൊ നമ്മുടെ സ്നാക്ക് ടൈമാണ് ഈവനിങ്ങില്. സാധാരണ നമ്മൾ ചായ കുടിക്കും, കോഫി കുടിക്കും. നമുക്ക് അങ്ങനെ ഒരു റൂളും ഇല്ല. എന്താണോ ആ മൊമെന്റിൽ തോന്നുന്നത് നമ്മൾ അതാണ് യൂഷ്വലി ഉണ്ടാക്കാറ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയോ കഴിച്ചു അല്ലേ? ആര്യൻകുട്ടിന്റെ നാരങ്ങ വെള്ളം റെഡി. കുച്ചോ. കലക്കിക്കോ, നല്ലോണം കലക്കിട്ട് ഒന്നും കൂടെ തരട്ടെ.
യമ്മിയാ? അപ്പ എവിടെ? ബാത്റൂം പോയിടാ അപ്പ. കുഞ്ഞോ മടി. എങ്ങനെ? തീറ്റത്തിന്റെ മുച്ചാവ അസ്തനമുണ്ട് സസ്തനമുണ്ട് അസ്തനമുണ്ട് ഒരപ്പ കൊച്ചിന് പാടിക്കൊണ്ട് പാട്ടാണ്. അണ്ടവ മാമ അണ്ടവ മാമ കിക്കി 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 ഓ അണ്ടവ മാമ അണ്ടവ മാമ. ഗോപു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയുണ്ട്, കൂടുന്നോ? ഇല്ല. സൂപ്പറാ. വാ, സ്നാക്ക് റെഡി. അത് കഴിച്ചു നോക്കുന്നോ? എല്ലാം കഴിച്ചു നോക്കാതാണ്, എല്ലാം നക്കി നോക്കാതാണ് ആരും കൂട്ടുന്നത്. നല്ല മധുരക്കിഴങ്ങ് പോകും, നല്ല മധുരം. കഴിച്ചു മുത്തേ, കഴിച്ചു. എണീറ്റ് കൊടുക്കപ്പേ. Cheers everyone. ഇവിടെ ഞാനുണ്ട്. സോ ഇന്ന് നമുക്കിനി ഒരു മൂവി പ്ലാൻ ഉണ്ട്. ഡിന്നർ നേരത്തെ കഴിച്ചിട്ട് മൂവിക്ക് പോകാനാണ്. നമ്മൾ ഫൈറ്റർ കാണാൻ പോവാണ്. ഫൈറ്റർ കാണാൻ പോവാ. Sneak into our parents' house. I could stay for hours, and we looked into each other's eyes. Hey, I thought I was Romeo, I was looking for my Juliet. And as soon as I left, I told my friends. Okay, finally നമ്മളെ ഡിന്നർ ടൈമാണ്. പെട്ടെന്ന് ഡിന്നർ ഉണ്ടാക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇറങ്ങണം. ആര്യൻകുട്ടൻ അമ്മമ്മയുടെ കൂടെ അപ്പുറത്ത് പോയിട്ട് ഒരു ചെറിയൊരു നാപ്പിലാണ്, ഏത് ടൈമിലും വരും. സോ ജൽദി സെ ജൽദി. സാലഡ് യൂഷ്വലി ഞാൻ കുക്ക് ചെയ്യാറ് സ്റ്റീം ചെയ്തിട്ടാണ്. ഞാൻ കുക്കറിലൊന്നും ഇട്ടടിക്കില്ല, എത്ര തിരക്കുണ്ടെങ്കിലും. ഒരു വിശ്വാസം സ്റ്റീം ചെയ്യുന്നതാണ് ബെസ്റ്റ്. അപ്പം ഞാനൊരു സ്റ്റീമർ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് എ ബെസ്റ്റ് ആക്ച്വലി. ഹാവൽസിൻ്റെ ഒരു സ്റ്റീമറാണ്, കോൺചെക്. ഓക്കെ, അപ്പം ഇതിങ്ങനെ സ്റ്റീമായി വരുമ്പോഴത്തേക്ക് നമുക്ക് കീൻവ റൈസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് സാലഡ് ഉണ്ടാക്കാം കീൻവ ചേർത്തിട്ടാണ്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡാണ് ആക്ച്വലി. ഇത് ഇപ്പോൾ 2 പേർക്കാണെങ്കിൽ ഞാനൊരു 1/2 ഗ്ലാസ് എടുക്കും, അത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കും കേട്ടോ ഇതിൽ. അപ്പോൾ സാലഡിൽ നിന്ന് നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ട്. ഇടയ്ക്കതൊന്നും തൊട്ട് നോക്കണം, കാരണം ഓവർ കുക്ക്ഡ് ആയാൽ ഭയങ്കര ബോറായിരിക്കും. ഞാൻ അതിലേക്ക് സ്വീറ്റ് കോൺ വേവാൻ കുറച്ച് സമയം മതി. അപ്പം ഞാൻ സ്വീറ്റ് കോൺ കൂടെ അതിലേക്ക് ആഡ് ചെയ്യാണ്. ഇത് വാഷ് ചെയ്ത് വെച്ച സ്വീറ്റ് കോൺ ആണ്. ബിക്കോസ് എനിക്കിങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് സാലഡിൽ സ്വീറ്റ് കോൺ കഴിക്കുന്ന ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. സാലഡ് ഡ്രസ്സിങ്ങിന് ആദ്യം നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ എടുക്കാം. ഞാനതിലേക്ക് ഒരു ലെമൺ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ദെൻ പെപ്പർ പൗഡർ, കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, ഇതിൻ്റെ സീസണിങ് ആണ്, ഗാർലിക് സീസണിങ്. ആൻഡ് ലാസ്റ്റ് പാസ്ലി. ഓക്കെ, ഇനഫ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, കീൻവ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് കറക്റ്റ് ഒരു 24-25 മിനിറ്റ്സിൽ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആ സീഡ് ഇങ്ങനെ പൊട്ടി വരും. അതാണ് അതിൻ്റെ ഒരു പാകം. വെള്ളമൊക്കെ വറ്റിയിട്ട് ഇനി ഇത് നമ്മൾ സാലഡ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു. അതാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് ചാന നമുക്ക് കുറച്ചിടാം. ഇനി കീൻവ ആഡ് ചെയ്യാം. ആൻഡ് നമ്മുടെ സാലഡ് ഡ്രസ്സിങ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സോ ഫൈനലി സാലഡ് റെഡി. നൈറ്റ് മോസ്റ്റ്ലി ഞങ്ങൾ സാലഡാണ് ഓപ്റ്റ് ചെയ്യുക. കാരണം രാവിലേക്ക് ഇങ്ങനെ കുറേ ചോറും ഒക്കെ കഴിച്ച് നല്ല ഹെവി ആയിട്ടിരിക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കിടക്കും. ഒരു
ഇഷ്ടമാവുമെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഇതിനൊരു സട്ടിൽ ടേസ്റ്റാണ്. ഭയങ്കര പുളി, ഭയങ്കര ഉപ്പ് അങ്ങനെയൊന്നുമില്ല. ഈ വെജസിൻ്റെ ഒക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നല്ല സുഖമാണ് കഴിക്കാൻ. ആൻഡ് നല്ല ഫില്ലിങ്ങുമാണ് കേട്ടോ. സൂപ്പർ. ഞാനും കുളിച്ച് റെഡിയായി. പെട്ടെന്ന് കഴിക്കാം, മോനെ എണീപ്പിക്കാം, പെട്ടെന്ന് സിനിമയ്ക്ക്. ഇതെങ്ങനെയുണ്ട്? അടിപൊളി, പ്രോപ്പർ വേവ്. ഉണ്ടാ ചുണ്ട് കടിച്ചു പോയി. അല്ല അടിപൊളി. അപ്പം മൈ ഡിയേഴ്സ്, ഒരു ലോങ് ഡേ ആയിരുന്നു ഇന്നത്തെ വ്ളോഗ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ സിനിമയ്ക്ക് പോവാണ്. ഇപ്പം ആരെങ്കിലും വരെ അവന് ഡ്രസ്സ് ചെയ്യിക്കണം, പോകണം. ഓക്കെ, എനിക്കൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യണം. സോ മൈ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വേറെ കുറേ വ്ളോഗ്സ് നമ്മൾ വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ആര്യമുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. പിക്ചേഴ്സും റീൽസും ഒക്കെ ഇടും. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യണം, എല്ലാവരും വീഡിയോസൊക്കെ കാണണം. അപ്പം ലവ് യു. See you soon. Bye-bye. Bye-bye. As long as we had each other, oh, everything was black and white. When we were young.